ഇതിന്റെ ചുമരുകൾ, ഇതിന്റെ മുകൾ ഭാഗം, ഇതൊക്കെ നല്ല ചിത്രപ്പണികളായിട്ടൊക്കെ അലങ്കരിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇത് കാര്യമായി സീരിയസ് ആയി അവര്. ഹായ്, നമസ്കാരം. RJ സൂരജ്. നമസ്കാരം. മിണ്ടല്ല. നമസ്കാരം. RJ സൂരജ് ആണ്, ദോഹയിൽ നിന്നാണ് സംസാരിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഒരു ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഇരിക്കുന്ന ഒരു സമയമാണ്. റേഡിയോ മലയാളത്തിന്റെ 2ാമത്തെ വാർഷികമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊരു ട്രിപ്പിലേക്ക് കടക്കുകയാണ്. അതായത് സെർബിയയിലേക്ക്, യൂറോപ്പിലേക്കാണ് നമ്മൾ ഈ ഒരു പോക്ക്. അതിനു വേണ്ടിയിട്ട് 10-40ഓളം ആൾക്കാർ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ പല പല എപ്പിസോഡുകളായിട്ട് ഈ യാത്രയുടെ വിശേഷങ്ങളാണ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും RJ സൂരജ് വ്ളോഗ്സ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൃത്യമായിട്ട് ഓരോ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്തും. സോ വൺസ് അഗൈൻ വെൽക്കം ടു RJ സൂരജ് വ്ളോഗ്. യെസ്, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ട്രിപ്പിൽ പങ്കെടുക്കുന്ന ആൾക്കാർ. നമ്മുടെ ലിസണേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ ഫാമിലീസ് ഉണ്ട്, RJs ഉണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു കലക്കൻ യാത്ര. ആ യാത്രയുടെ കാഴ്ചകളിലേക്കാണ് നിങ്ങളൊക്കെ കൂടെ കൂട്ടുന്നത്. ഇപ്പൊ പോകുന്നത് നമ്മളാണെങ്കിലും നമ്മൾ ഒരുമിച്ചാണ് ഇതിന്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആസ്വദിക്കാൻ പോകുന്നത്. സോ കൂടെ തന്നെ ഉണ്ടാവണം, കംപ്ലീറ്റ് ആയിട്ട് കാണണം. നാല് മണിക്കൂർ ആഞ്ഞ് പറന്നതിന് ശേഷം ഞങ്ങളിപ്പോ ഇസ്താംബൂൾ എയർപോർട്ട് ഇങ്ങനെ പരന്ന് കിടക്കണം. ഒരു രക്ഷയില്ല. ഒരു മണിക്കൂറായി ഞങ്ങൾ നടക്കുന്നു. ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് കെട്ടിപ്പൂട്ടിയിട്ടേക്കാണ്. അത്രയും നീളത്തിലുള്ള ഒരു എയർപോർട്ട്. ആ എയർപോർട്ടിലൂടെ അടുത്ത സ്ഥലത്തേക്കുള്ള ട്രാൻസിറ്റിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എയർപോർട്ടാണ്. കാണാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരുപാട് ദൂരത്തിൽ ഇവർ കെട്ടിയിട്ടേക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ആകെ ഒരു ബുദ്ധിമുട്ട്. എന്തായാലും ഇപ്പൊ ഇസ്താംബൂളിലാണ്. ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇസ്താംബൂൾ കടന്ന് എല്ലാവരും കൂടി ഇങ്ങനെ സെർബിയ എയർപോർട്ടില്, ബെൽഗ്രേഡ് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എല്ലാവർക്കും ഉറക്കത്തിന്റെ ആ ഒരു മൂഡിലുള്ളത്. മൊത്തത്തിൽ കണ്ണിങ്ങനെ ആ ഒരു ലെവലിൽ നിൽക്കുകയാണ്. ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എയർപോർട്ടിൽ ലഗേജ് വരുന്ന സെറ്റപ്പ് നല്ല രസമാണ്. അതേ നോക്കിയേ, നമ്മുടെ ഒരു കാറിന്റെ ഡിക്കിന്റെ ഉള്ളിലേക്ക് കയറുന്ന പോലെ, ഒരു മിനി കൂപ്പറിന്റെ ഡിക്കിന്റെ ഉള്ളിലേക്ക് കയറുന്ന പോലെ തന്നെ ഒരു ലുക്കിലാണ് ലഗേജിന്റെ ആ ഒരു പരിപാടി. എല്ലാം അങ്ങനെ തന്നെ. അതായത് അപ്പുറത്തും എല്ലാം മിനി കൂപ്പറുകളാണ്. ഇത് വേറെ ഏതാ വണ്ടിയാണ്. എയർപോർട്ടിലെ ഒരു പ്രത്യേക കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പോലീസുകാരികൾ ഉണ്ട് എന്നുള്ളതാണ്. ഒരുപാട് പോലീസുകാരികളെയാണ് കണ്ടത്. പോലീസുകാരന്മാരെക്കാൾ കൂടുതൽ പോലീസുകാരികളെ കണ്ടത്. ഞാനിപ്പോൾ മണി എക്സ്ചേഞ്ച് നടത്തി. ഒരു ഡോളറിന് 100 സെർബിയൻ ദിനാർ. ഒരു ഡോളറിന് 100 സെർബിയൻ ദിനാറാണ് കിട്ടുക. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു കൺവേർഷൻ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്ത് ഡോളറുകളാക്കിയിട്ട് മാറ്റിയിട്ട്, അതായത് നമ്മുടെ കയ്യിലുള്ള കാശ് ഏത് നാട്ടിൽ നിന്നാണോ നമ്മൾ പുറപ്പെടുന്നത് അവിടുന്ന് ഡോളറാക്കി മാറ്റിയിട്ട് അതാത് സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടുന്ന് വീണ്ടും ഡോളറിനെ കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും ഒരുപാട് നഷ്ടമില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നന്നാകും കേട്ടോ. ഇതാണ് 2000-ന്റെ ഇവിടുത്തെ സെർബിയൻ ദിനാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1000-ന്റെ നോട്ട് ഇങ്ങനെയുള്ളത്. ഇതൊക്കെയാണ് ഇവിടുത്തെ നോട്ടുകൾ കേട്ടോ. നല്ല കളർഫുൾ അടിപൊളി നോട്ടാണ്. അങ്ങനെ സെർബിയൻ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സെർബിയൻ എയർപോർട്ടിന്റെ പുറത്തെ ഭാഗം, ബെൽഗ്രേഡ് എയർപോർട്ടാണിത്. അപ്പോൾ ഇവിടെ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ സ്ത്രീകളാണെന്നുള്ളതാണ്. അതായത് പോലീസ് ആയിക്കഴിഞ്ഞാൽ തന്നെയും ഒരുപാട് ലേഡി പോലീസുകാരികൾ ഉള്ള ഒരു സ്ഥലമാണ് ഈ ഒരു എയർപോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആ ലേഡീസ് ആണെങ്കിൽ നല്ല ബോൾഡും ആണ് കേട്ടോ. ഞാൻ അവരോട് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ നല്ല ബോൾഡായിട്ട് ഫീൽ ചെയ്യുന്നു, ഒരുപാട് പേരുണ്ട് നിങ്ങൾ എന്നൊക്കെ ചോദിച്ചു. അവർ നല്ല ഉഷാറായിട്ട് റെസ്പോണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പുറത്തെ കാഴ്ചകളിലേക്ക് നമ്മൾ മെല്ലെ ഇറങ്ങുകയാണ്. ഞങ്ങള് ഖത്തറിൽ നിന്ന് വരുമ്പോൾ വലിയ കോട്ടൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. അതായത് ഇവിടെ തണുപ്പ് ഭയങ്കരമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി നോക്കുകയാണ്. ഉണ്ട്, കുഴപ്പമില്ല. കോട്ട് വാങ്ങിയത് എന്തായാലും മുതലായിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. ഇതിപ്പോ സമയം ഏതാണ്ട് 9:53, 10 മണി ആയിട്ടുണ്ട്. രാവിലെ 10 മണി ആയിട്ടുണ്ട്. എന്നിട്ടും
വെളിച്ചം ഇത്രയേ ഉള്ളൂ. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ് കാലമായതുകൊണ്ട് തന്നെ ഇവിടെ ലൈറ്റ് ഒരു മങ്ങിയ ലൈറ്റ് ആയിരിക്കും. സൂര്യൻ അങ്ങനെ അങ്ങോട്ട് ഉദിക്കാത്തത് കൊണ്ട് ഇതായിരിക്കും ഏതാണ്ട് ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നമ്മളിങ്ങനെ എയർപോർട്ടിന്റെ പുറത്തിറങ്ങി നമുക്കൊരു വലിയൊരു ബസ് വന്നിട്ടുണ്ട്. ആ ബസ്സിൽ എല്ലാവരും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബസ്സിലാണ് നമ്മൾ ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ പൊളിക്കാൻ പോണത്, സെലിബ്രേറ്റ് ചെയ്യാൻ പോണത്. നമ്മുടെ നാട്ടിൽ നിന്ന് ടൂർ പോകുന്ന അതേപോലെ തന്നെയാണ് പോകാൻ പോണത്. യെസ്, അങ്ങനെ ബെൽഗ്രേഡ് എയർപോർട്ടിന്റെ പുറത്ത് നമ്മളിതേ ബസ്സിൽ കയറി. ബസ്സിന്റെ ഡ്രൈവിംഗ് സീറ്റിലാണ് ഞാനുള്ളത്. ഇതാണ് നമ്മുടെ ബസ്. ഒരു അടിപൊളി ബസ്സാണ്. എല്ലാവരും ഹായ് പറഞ്ഞേ. ഹായ്. എല്ലാരും ഉറക്കത്തിന്റെ ആ ഒരു ക്ഷീണത്തിലാണ്. എന്താ, ഒരാള് ബാഗ് മിസ്സായ ഒരാളുണ്ട്, പാവം. ഹലോ. അല്പസമയത്തിന് ശേഷം ഒന്നും മിണ്ടാണ്ടിക്ക് ചക്ക. അല്പസമയത്തിന് ശേഷം പ്രതാപ് പോത്തനെ പോലുള്ള ഒരു ചേട്ടൻ ഡ്രൈവിംഗ് സീറ്റിൽ വരികയുണ്ടായി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ വണ്ടി പുറപ്പെട്ടു കഴിഞ്ഞു. സെർബിയയുടെ തെരുവുകൾ ഒരു യൂറോപ്യൻ തെരുവിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് ഞാൻ യൂറോപ്പിൽ Boss, your name? Velko. ഓക്കെ. നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള വീഡിയോയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡ്രൈവർമാരുടെ ഒക്കെ ലൈസൻസ് പോയി. അതുകൊണ്ട് മൂപ്പരോട് ഞാൻ കൂടുതൽ സംഭവങ്ങളൊന്നും ചെയ്യിപ്പിക്കുന്നില്ല, ജസ്റ്റ് ചോദിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് എയർപോർട്ടിൽ നിന്നുള്ള എക്സിറ്റ് റോഡിലാണ്. എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് കിടക്കുന്നു. ഇനി വലിയ ഹൈവേ ഒക്കെ വരാനുണ്ട്. അപ്പൊ ഇവിടുത്തെ റോഡിന്റെ ഭംഗി എന്തായാലും നന്നായിട്ടുണ്ട്. നല്ല സ്റ്റൈലാണ്. അപ്പുറത്തും ഇപ്പുറത്തും കാണാൻ ഒരു തണുപ്പുകാലായതുകൊണ്ട് തന്നെ ഈ കാണുന്ന ലൈറ്റേ ഉണ്ടാവുള്ളൂ. കാരണം ആ സൂര്യൻ അങ്ങനെ അങ്ങോട്ട് കവേർഡ് ആയിരിക്കുമല്ലോ തണുപ്പായതുകൊണ്ട് തന്നെ. അപ്പൊ ഒരു മങ്ങിയ ഒരു സന്ധ്യയുടെ ഒരു ഫീലിലാണ് ഉച്ച ഈ ഒരു സമയത്ത്. ഇപ്പൊ 10:30 ആയിട്ടുണ്ട്. 10:30ക്കാണ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ ഒരു സമയത്തെ അന്തരീക്ഷം എന്ന് പറയുന്നത് ഞാനിപ്പോ കാണിച്ചു തരാം. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. എയർപോർട്ട് റോഡിൽ നിന്ന് നമ്മളൊരു ഹൈവേയിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഇന്ന് ചെറിയൊരു മഴയുള്ള ഒരു ദിവസമാണ്. നമുക്ക് അത്യാവശ്യം ഒരു തണുപ്പിന്റെ കൂടെ തന്നെ ഒരു മഴയും പെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. റോഡ് എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. സാവാർ റിവർ എന്ന് പറയുന്ന റിവറാണ് നമ്മൾ ഇപ്പൊ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ നല്ല സ്റ്റൈലൻ ബ്രിഡ്ജൊക്കെ കാണാം അതിന്റെ മേലെ. അതെ, ഈ പോകുന്നതാണ് ഇവിടുത്തെ ഒരു ട്രാം. മുമ്പ് നമ്മൾ ഈജിപ്തിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ട്രെയിൻ എന്ന് പറഞ്ഞ സാധനമാണ്. പക്ഷെ ഇതാണ് ട്രാം. ഇവിടുത്തെ ട്രാമിന്റെ ട്രാക്കാണ് ഈ കാണുന്നത്. റോഡിന് പാരലായിക്കൊണ്ട് തന്നെ ഇഷ്ടംപോലെ ട്രാമിന്റെ ട്രാക്കുകളും കാണാനുണ്ട്. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ ഹോട്ടലിന്റെ മുമ്പിലെത്തിയത്. ഈ കാണുന്ന ഹോട്ടലിലാണ് നമ്മൾ താമസിക്കാൻ പോണത്. MARK മാർക്ക് എന്നുള്ളൊരു ഹോട്ടലാണ്. അവിടെയാണ് താമസിക്കാൻ പോണത്. ഇതാണ് ഇവിടുത്തെ ഒരു സ്ട്രീറ്റ്. ഈ സ്ട്രീറ്റിലൂടെയാണ് നമ്മൾ വന്നത്. കാണുമ്പോൾ നമ്മൾ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള മറ്റേ ചിരിമണി വലിയ ചിത്രമുള്ള പാട്ടൊക്കെ ഇല്ലേ, അതിലൊക്കെ ഒരു സ്ട്രീറ്റൊക്കെ കാണിക്കുന്നില്ലേ. അപ്പൊ ആ ഒരു ടൈപ്പ് ഒരു നല്ല യൂറോപ്യൻ ഫീൽ ഉള്ള ഒരു സ്ട്രീറ്റാണ് എനിക്കിപ്പോ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ നമ്മൾ വന്ന ബസ് ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് റോഡ്. ഇതേ റോഡിലൂടെ തന്നെ ഈ ബസ്സിന് പുറകെ ട്രാമും വരുന്നുണ്ട്. ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞു ട്രാമുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു റൂട്ടാണ്. സോ അധിക നേരം ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല, ട്രാം വരാനുള്ളതാണെന്ന് അവർ നിർദ്ദേശം തരുന്നുണ്ടായിരുന്നു. ഞാനിപ്പോ എന്തായാലും ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോവാണ്. യൂറോപ്പിലെ ആദ്യത്തെ റൂം ഈ കാണുന്നതാണ്. അപ്പോൾ അടിപൊളി റൂമൊക്കെയാണ്, സെറ്റപ്പൊക്കെയാണ്. പക്ഷെ ആകെ ഒരു പോരായ്മയുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല് ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ അവിടെ വെള്ളത്തിന്റെ പരിപാടിയില്ല, അവിടെ പേപ്പറിന്റെ പരിപാടിയാണെന്നുള്ളതാണ് ആകെപ്പാടെയുള്ള ഒരു ബുദ്ധിമുട്ട്. എന്തായാലും അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവാന്ന് വിചാരിക്കാം. അത്രേ ഉള്ളൂ, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ കുളിക്കാനുള്ള വെള്ളം, കുടിക്കാനുള്ള വെള്ളം അതൊക്കെ നൈസായിട്ടുണ്ട്. പിന്നെ ഈ ഒരു റൂമിന്റെ ജനലിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴേ നല്ലൊരു സ്ട്രീറ്റിന്റെ കാഴ്ച, അത് വളരെ മനോഹരമാണ്. അത് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ. യൂറോപ്പിലെ ഒരു സ്ട്രീറ്റ്, സാധാ സ്ട്രീറ്റ്, ആൾക്കാരൊക്കെ പോകുന്നു, ഇവിടുത്തെ വേഷത്തിൽ പോകുന്നു, വണ്ടികൾ പോകുന്നു, അങ്ങനെയുള്ളൊരു കാഴ്ചയായി ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കണേ. ഇപ്പൊ എന്താ വെച്ചാൽ ഒരു തണുപ്പ് കാലം തുടങ്ങുന്നതുകൊണ്ട് തന്നെ മരങ്ങളൊക്കെ ഇലകളൊക്കെ കൊഴിഞ്ഞിട്ട് ആ ഒരു തണുപ്പിനെ വരവേറ്റുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലുള്ളത്. കുറച്ച് ഇലകൾ മാത്രമേ ബാക്കിയുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് വന്നിട്ടാണുള്ളത്. അപ്പൊ ആദ്യത്തെ യൂറോപ്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കാണിച്ചത് എന്തൊക്കെയാണെന്നുള്ളത്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റിന് സ്ക്രാമ്പിൾഡ് എഗ്, അതുപോലെ തന്നെ ഇത് പോർക്കിന്റെ ഒരു സംഭവമാണ്, പിന്നെ ഒലീവുകൾ, പിന്നെ അതുപോലെ തന്നെ മഷ്റൂം, സോസേജുകൾ, ഇതൊക്കെയാണ് ഇവിടുത്തെ യൂറോപ്യൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണുള്ളത്. പിന്നെ നമ്മുടെ കോൺഫ്ലക്സ്
കോൺഫ്ലെക്സും സംഭവങ്ങളൊക്കെയാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് മോശമൊന്നുമില്ല കേട്ടോ, നല്ല നൈസായിട്ടുണ്ട്. അതായത് നമ്മുടെ മുമ്പ് ഈജിപ്തിലേക്ക് ട്രിപ്പ് നടത്തിയപ്പോൾ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എത്രയോ സൂപ്പർ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അവിടുത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തൊക്കെയോ ടൈപ്പ് സാധനങ്ങളാണ്. നമ്മുടെ നാട്ടിലെ ദോശയും പുട്ടും ഇഡ്ഡലിയൊന്നും അല്ലെങ്കിലും ഇതിനും എരിവും പൊടിയും സംഭവങ്ങളൊക്കെയുള്ള കുറേ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് മോശമൊന്നുമില്ല, ഉഷാറായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. സംഭവം നിപ്പും നടപ്പൊക്കെ യൂറോപ്പിലായതുകൊണ്ട് തന്നെ യൂറോപ്യൻ ലുക്കിൽ ഒരു ജെയിംസ് ബോണ്ട് സെറ്റപ്പിലൊക്കെയാണ് ഞങ്ങൾ എല്ലാവരും ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു ജെയിംസ് ബോണ്ടി ഇരിപ്പുണ്ട്, അഞ്ചു ആണ്. സിനീഷ് വേറൊരു ലെവലിലാണ്, ഫ്രീക്കായിട്ടാണ്. ഉള്ളിൽ പോയല്ലേ. ഇവിടെ ഇപ്പുറത്ത് പിന്നെ കുറച്ച് തണുപ്പ് ബാധിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. മോഹൻദാസ് ഏട്ടനാണ് ഇരിക്കുന്ന ആള്. അൻവർ സാർ നമ്മുടെ റേഡിയോയുടെ CEO ആണ്. മോഹൻദാസ് ഏട്ടന്റെ വൈഫാണ്. ഇപ്പുറത്ത് ഒരു പാവപ്പെട്ട ഇയാളുടെ കഥ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയാം. അതായത് ആള് വളരെ സെറ്റപ്പില് അടിപൊളിയായിട്ടൊക്കെ വന്നതാണ്. പക്ഷെ ബാഗ് എവിടെയോ മിസ്സായി പോയിട്ട് ഇപ്പൊ ബാഗിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ 4 ദിവസം ഇതേ ഡ്രസ്സ് തന്നെ കണ്ടു കഴിഞ്ഞാൽ ബാഗ് കിട്ടിയില്ല എന്നുള്ളത് ഉറപ്പിക്കാം. 4 എപ്പിസോഡ് വരും. 4 എപ്പിസോഡ് ഇതുപോലെ തന്നെയാണെങ്കിൽ ബാഗ് ഇല്ല ഉറപ്പിക്കാം. ഇതാണ് ജെയിംസ് ബോണ്ടിന്റെ വേറൊരു പതിപ്പിൽ മുമ്പിൽ ഇറക്കിയിട്ടുണ്ട്. എന്തായാലും ഒരു യൂറോപ്പ് പര്യടനം. നമ്മുടെ ഗുരു മുതലാളി ഇരിപ്പുണ്ട്. മുതലാളിന്റെ അടുത്തേക്കൊക്കെ പോകണം നമ്മള്. ഇനി നമ്മള് ഡാന്യൂബ് നദിയിലൂടെയുള്ള ഒരു ഉല്ലാസയാത്ര കുളിക്കേണ്ടി കഴിഞ്ഞ് അത് കുളിക്കേണ്ടി വരും. കുറെ കാലമായി. പിന്നീട് നമ്മൾ ഇവിടുത്തെ ഒരു വളരെ അതിപുരാതനമായ ഫോർട്രസ്. ആ ഫോർട്രസിൽ ഒരുപാട് നിഗൂഢതകളുള്ളതാണ്. ഈ വാമ്പയർ എന്ന പദം ഇംഗ്ലീഷ് എല്ലായിടത്തും വരുന്നത് സെർബിയൻ ഭാഷയിൽ നിന്നാണ്. ഈ വാമ്പയറുമായിട്ട് ബന്ധപ്പെട്ട കുറെ കഥകളും നിഗൂഢതകളും ഒക്കെ ഉണ്ട്. അതിന്റെ സത്യാവസ്ഥ കുറെ ചുരുള് അഴിക്കാൻ വേണ്ടി. അതെ, ഇത് നമ്മള് വന്നിട്ട് കേരളത്തിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് വേണം സെർബിയയിലുള്ള ആ ഒരു ചുരുള് അഴിക്കാൻ വേണ്ടിട്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സീന്. ഇതെന്താണ് ഇത് ചന്ദ്രനിലേക്ക് പോകുന്ന എന്തോ ഒരു സാധനമാണിത്. മുന്നാബായാണ് തണുപ്പ് മൂപ്പര് ഒരു പടി കൂടി പേരാണ് കേട്ടാ. അപ്പൊ ഇതൊക്കെയാണ് സെറ്റപ്പ്. ഒരുപാട് ആൾക്കാർ ഓൾറെഡി സെറ്റായി കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മളിപ്പോ ടൈം ഏതാണ്ട് 12:38 ആയിട്ടുണ്ട്. 12:38 നമ്മൾ പര്യടനത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോണത്. ബാക്കി ബ്രേക്ക്ഫാസ്റ്റ് സംഭവങ്ങളൊക്കെ ഉഷാറായിരുന്നു. രാവിലത്തെ കാര്യം നമ്മുടെ റൂമും സംഭവങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഇതാണ് നമ്മുടെ സ്ട്രീറ്റ്. വണ്ടികളൊക്കെ പോകുന്നതാണ് ഒരുപാട്. അപ്പോൾ ആകെപ്പാട് ഒരു ബുദ്ധിമുട്ട് തോന്നിയത് ഇവിടുത്തെ ബാത്റൂമുകളിൽ വെള്ളത്തിന്റെ പരിപാടിയില്ല, പേപ്പറിന്റെ പരിപാടിയാണെന്നുള്ളതാണ്. അത് ചെറിയൊരു ഒരു ബുദ്ധിമുട്ടായിട്ട്, ഒരു അസ്വസ്ഥതയായിട്ട് തോന്നി. എന്തായാലും പിന്നെ കുപ്പിയിൽ വെള്ളമൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അതാണ് പരിപാടി. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനി നമുക്ക് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ടതുണ്ട്. നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോകണം. നല്ല അടിപൊളി ഒരു സ്ട്രീറ്റിന്റെ ലുക്കൊക്കെ കിട്ടിയപ്പോഴേക്ക് എല്ലാവരും ഫോട്ടോയുടെ തിരക്കിലാണ്. ഇതേ കാണുന്നില്ലേ. അപ്പൊ അങ്ങോട്ട് ബാക്കിലോട്ട് ഒരു യൂറോപ്യൻ ടച്ചുള്ള ഒരു സ്ട്രീറ്റിന്റെ ലുക്ക് കിട്ടിയപ്പോൾ നമ്മളൊക്കെ ആദ്യമായിട്ടാണല്ലോ വരുന്നത്. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഫോട്ടോസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ല വിഷ്വൽ ബ്യൂട്ടി ഉള്ള ഒരുപാട് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്റെ ഫോട്ടോ ഇപ്പൊ ഇട്ട് കൊടുത്തിട്ട് സെൻസാവ ടെമ്പിൾ ആണ് ഈ കാണുന്നത്. Sensava Temple, one of the biggest Orthodox temples in the world. Church Actually, it is a church, right? People's story said that this is the third biggest Orthodox temple. First is in സംഭവം ഒരു ചർച്ചാണ്, പക്ഷെ ഇവര് പിന്നെ ടെമ്പിൾ എന്നാണ് പറയാ. The third one, Sensava, but അങ്ങനെ യൂറോപ്പിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മുടെ വണ്ടി വന്നിട്ട് ബ്രേക്ക് ചവിട്ടിയിട്ടുള്ളത്. ഇപ്പൊ എന്റെ പുറകിൽ കാണുന്ന ഒരു വലിയൊരു ടെമ്പിളാണ്. അല്ലെങ്കിൽ എന്താ പറയാ, ഇതിന് സെൻസാവോ ടെമ്പിൾ എന്നാണ് അവർ പറയുന്നത്. ഇതൊരു ചർച്ചാണ്, പക്ഷെ ഇവിടെയൊക്കെ ഇതിന് ടെമ്പിൾ എന്നാണ് അത്ര പറയാ. സെൻസാവോ ചർച്ച് വളരെ ഫേമസ് ആയിട്ടുള്ള വലിയൊരു ചർച്ചാണ്. ഇവിടെ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ ആദ്യം വരുന്നത്. 100 വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോഴും കൺസ്ട്രക്ഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അടിയിൽ വേറെ ഒരു ചർച്ച് ഉണ്ട് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അതിന്റെ കാഴ്ചകളൊക്കെ ഒപ്പിയെടുക്കാനുള്ള ഒരു യാത്രയിലാണ് നമ്മൾ. നല്ല കാറ്റുണ്ട്, തണുപ്പുണ്ട്, കോട്ടുണ്ട്, എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ സെർബിയയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഒരു പഴമ നിലനിർത്തുന്നതിൽ അവർ കാണിക്കുന്ന ആ ഒരു കൃത്യതയാണല്ലേ. ആ ഒരു പഴമ എന്താണ്, മുൻ തലമുറ കാത്തു സൂക്ഷിച്ച ആ ഒരു പഴമ അവർ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ ഇതിപ്പോ നമ്മൾ വന്നിട്ടുള്ള ഈ ഒരു സമയം എന്ന് പറയുന്നത് റൈറ്റ് ടൈമാണ്. അതായത് തണുപ്പിലേക്ക് ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്ന സമയം, മരങ്ങളൊക്കെ ഇല കൊഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ഇനിയിപ്പോ കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കമ്പ് മാത്രമാവും മരത്തിന്റെ മുകളിലൊക്കെ. ഇത് ഒരുപാട് തണുപ്പും ഇല്ല, അതെ, വളരെ കൂളായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. എന്നാലും കൈയൊക്കെ വിറക്കുന്നുണ്ട് കേട്ടോ. കൈക്കിന് തണുത്ത കാറ്റാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ റിജാസ് ഇപ്പൊ
കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ച് കഴിഞ്ഞാല് ഈ മിമിക്രി വേദികളിലെ സുരേഷ് ഗോപിനെ പോലെ ഉണ്ടാവും. ആ ഒരു ലുക്കിന് എടുത്ത് വെച്ച് കൊടുത്തേ കാണിച്ചു കൊടുത്തേ. ഞാൻ നേരത്തെ പറയാൻ വിചാരിച്ചതാ. കണ്ടാ ഇപ്പൊ നോക്കിയാൽ മമ്മൂട്ടിനൊക്കെ അവതരിപ്പിക്കുന്ന ഈ എന്നാ ഇതിന് പറയാ മോഡൽ ഫിഗർ ചെയ്യുന്ന ആൾക്കാരെ പോലെ ഇല്ലേ അതൊക്കെ. അവിടെ ഒരു ഭീകര രൂപത, ഒരു ഭീകര രൂപം കാണാൻ എനിക്ക്. ഇതെന്താണ് സംഭവം എന്നറിയില്ല. ഇത് ഇവിടുത്തെ ഒരു പ്രതിമയാണെന്ന് തോന്നുന്നു. എന്താണ് ഇത്? എന്ത് പ്രതിമയാണ്? ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പോസാണ് ഇപ്പൊ ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത്. കൊരങ്ങൻ മരത്തുമെന്ന് വേറൊരു മരത്തിലേക്ക് ചാടുന്നതിന് മുമ്പുള്ള ഒരു പോസാണത്. അപ്പൊ അത് റേഡിയോ മലയാളത്തിന്റെ എല്ലാ ചങ്കുകളും ഇങ്ങനെ നടന്നു നിൽക്കുകയാണ്. സെർബിയയിൽ വന്നു കഴിഞ്ഞാൽ സെന്റ് സാവോ ചർച്ചിൽ വരാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. അവിടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ അടിഭാഗത്തായിട്ട് ഏതാണ്ട് 50 പടികളോളം താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അതിലും വിശാലമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും തന്നെ വിശാലമായിട്ടുള്ള വേറൊരു വലിയൊരു ചർച്ച കൂടിയുണ്ട്. ആ ചർച്ചിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിന്റെ ചുമരുകൾ, ഇതിന്റെ മുകൾ ഭാഗം, ഇതൊക്കെ നല്ല ചിത്രപ്പണികളായിട്ടൊക്കെ അലങ്കരിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. എന്തായാലും എപ്പോഴെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടി വരണം. ഇതിന്റെ മുകൾ ഭാഗത്തെ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. We are right now in city center of Belgrade, the Square of Republic, the central point of our city, and to the left hand side you can see National Museum to the left, and to the right National Theatre. In front of the National Museum, that statue in green, that is Prince Mihailo. You remember Prince Miloš and library? Prince Mihailo was his son and the ruler of Serbia in late 19th century. The Square of Republic is recently remodeled, reconstructed just a few weeks ago, and one more time the central point of our capital, and we are heading to the Student Square, the place where we will leave our bus and then we will walk to the fortress. Why Student Square? Because the buildings that they are surrounding this place belonging to Belgrade University or some educational institutions. So here you can find Faculty of Geography, of History, of Biology, Mathematics, Science, even that building right ahead of you, Ethnographic Museum. So because of plenty of those let's say educational sites, the place is called Student Square. These are electric buses. Yeah, we call it trolley bus, or in our language trolleybus. Okay. And just in these central areas of Belgrade you can find this kind of transport. In the rest of the city you can find regular buses, trams, or we have something similar. So that means these are not on petrol or diesel, it's on electricity only, right? Only electricity. Okay. Yes. And when we don't have electricity, then they are making really big, huge traffic jam here in Belgrade. Oh, due to this? Yes. Okay. So to the left hand side, that really nice big building from the end of 19th century, belonging to the Belgrade University. Here you can find Faculty of Philosophy, of Philology, and this is the Student Square, and to the right hand side Student Park. Here we will leave our captain Željko, and we are going to walk to the Belgrade Fortress. അതുപോലെ എടുത്തു പറയേണ്ട വലിയൊരു പോയിന്റ് ആണ് ഈ നീല റോഡ്. ദോഹയിൽ ഈ അടുത്ത കാലത്ത് നീല റോഡ് വലിയൊരു തരംഗമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടുത്തെ ഈ നീല റോഡ്, ഈ നീല ഏരിയ എന്ന് പറയുന്നത് ടൂറിസ്റ്റ് ബസ്സുകൾക്ക് മാത്രം പാർക്കിംഗ് കൊടുക്കുന്ന ആ ഒരു ഏരിയ സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നതാണ്. വേറൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ട് സിസ്റ്റംസ്. ഇവിടെ നോർമലി നമ്മൾ വരുന്ന പോലത്തെ ബസ്സുകൾക്ക് അപ്പുറത്ത് ട്രാമുകൾ, റോഡിന് നടുവിലൂടെ ട്രാമുകൾ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ കാണുന്നത് ഇലക്ട്രിക് ബസ്സുകളാണ്. ഇതിന്റെ മുകളിലായിട്ട് ഒരുപാട് ഇലക്ട്രിക് ലൈൻസ് കാണാം. ഇതെല്ലാ റോഡിന്റെ മുകളിലൂടെയും ഇത്തരത്തിലുള്ള ഇലക്ട്രിക് ലൈൻസ് ഉണ്ട്. ആ ലൈൻസുമായിട്ട് ഈ ബസ്സൊക്കെ കണക്റ്റഡ് ആണ്. അത് ഡീസലിലോ പെട്രോളിലോ അല്ല, അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് പവറിലാണ് ഓടുന്നത്. ഈ ഭാഗത്തുള്ള ട്രാഫിക് ജാമിനൊക്കെ അത് കാരണമാകുന്നുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിന്റെ കൂട്ടത്തിൽ റോഡിന് നടുവിലൂടെ ഇഷ്ടംപോലെ ട്രാമുകളും പോകുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ട് മെത്തേഡ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞാനിപ്പോൾ ഒരു റെഡ് മാർക്കിലൂടെ, ഒരു സീബ്ര ക്രോസിലൂടെ പോകുമായിരുന്നു. അപ്പോൾ ഞാൻ ഒരാൾ സീബ്ര ക്രോസ് ചെയ്യുന്ന സമയത്ത് ഹൈ സ്പീഡിൽ വരുന്ന വണ്ടിയാണെങ്കിൽ അവർ സഡൻ ബ്രേക്ക് ഇട്ടിട്ട് അവിടെ നിർത്തി കൊടുക്കും എന്നുള്ളതാണ്. അത് ഒരു മാന്യതയായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു ട്രാഫിക് കൾച്ചറാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് എനിക്കിപ്പോൾ നടക്കുമ്പോൾ തന്നെ എനിക്ക് ബോധ്യപ്പെടുന്നൊരു കാര്യം.
ബെൽഗ്രേഡ് ഫോർട്ടിസിലേക്കാണ് ഇനി എല്ലാവരും കൂടിയിട്ട് പോകുന്നത്. ഇത്രയും നേരത്തെ യാത്രക്കൊടുവില് കേരളമായിട്ട് ആകെപ്പാടെ കണക്ഷൻ ഉള്ള ഒരു സാധനം നമ്മളിവിടെ കണ്ടു, വാഴ. ഇവിടെ ആരോ വാഴ വെച്ചിട്ടുണ്ട്, ആർക്കോ പകരം വെച്ചതാണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ നടപ്പിന്റെ ഇടയിൽ നമുക്ക് നമ്മുടെ ട്രിപ്പിൽ വരുന്ന കുറച്ച് ആൾക്കാരെ പരിചയപ്പെടാം. റിജാസിന്റെ കൂടെ അജയേട്ടനുണ്ട്. അജയേട്ടൻ ഖത്തറിലുള്ള ഫണ്ടേ ക്ലബിന്റെ തലയാണ് അല്ലെ, തലയും തലച്ചോറാണ്. അതായത് വലിയൊരു കൂട്ടായ്മ, ഒരുപാട് ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയുടെ തലച്ചോറാണ്. എന്താ ചെയ്യുന്നത് ഖത്തറില്? ഖത്തറിൽ ഞാൻ വർക്ക് ചെയ്യാൻ അൽത്താലിബ് ഖത്തർ ഷിപ്പിംഗ് എന്ന കമ്പനിയിലെ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. നാട്ടിലെവിടെയാ? നാട്ടിൽ തൃശ്ശൂര്. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട് ബെൽഗ്രേഡ് ട്രിപ്പ്? ഇങ്ങനെ പൊളിച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കുഴപ്പമില്ല, എല്ലാം നല്ല കാലാവസ്ഥയും നല്ല രസമുള്ള സ്ഥലങ്ങളും ചരിത്രങ്ങളും ഉറങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യൻ എപ്പോ നോക്കിയാലും ഇങ്ങനെയാണ്, എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവൻ ഇങ്ങനെ ഇരിപ്പുണ്ടാവും. എന്തൊരു മനുഷ്യനാണ് നീ? ഫുൾ ടൈം ഒന്നുകിൽ കുരങ്ങന്റെ രൂപത്തില്, അല്ലെങ്കിൽ ഇതുപോലെ ഇതിന്റെ ഇടയില്, പൊത്തിന്റെ ഇടയില്, അങ്ങനെ എവിടെയായാലും അവനുണ്ടാവും. അപ്പൊ അടുത്ത ഒരാളെ പരിചയപ്പെടാം നമുക്ക്. റിജാസിന് ഈ സ്ഥലം കാണുമ്പോ ആലങ്കാരികമായിട്ട് എന്തെങ്കിലും വിശേഷിപ്പിക്കാൻ തോന്നുന്നുണ്ടോ? അല്ല, ഈ തെരുവുകള് ദേവരാജ ഭാഷ ഏതെങ്കിലും പാട്ട് ഓർമ്മ വരുന്നുണ്ടോ? പാട്ട് സ്വർഗം താണിറങ്ങി വന്നതോ സ്വപ്നം പൂത്തിറങ്ങി നിന്ന്. ദേവരാജ മാസ്റ്റർ ആദ്യമായിട്ട് ഈ മ്യൂസിക്കിനനുസരിച്ച് വരികൾ എഴുതിപ്പിച്ച ഒരു പാട്ടാണ് ഈ പാട്ട്. ഞാൻ അറിയാണ്ട് ചോദിച്ചതാ, എന്നോട് ക്ഷമിക്കൂ. അതെ, വേറൊരാളെ പരിചയപ്പെടാലോ. പേര് പറഞ്ഞേ? ഐശ്വര്യ. നമ്മൾ നേരത്തെ പറഞ്ഞ ആള്, മറ്റേ ബാഗ് മിസ്സായി കളഞ്ഞ ആള്. എന്താ ചെയ്യണേ തോന്നല്? ഇച്ചിരി ഉറക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കേൾക്കുമായിരുന്നു. വർക്ക് ചെയ്യാണ്. നാട്ടിലെവിടെയാ? മാവേലിക്കരക്കാരിയാണ്. ചേച്ചി ഉണ്ടല്ലോ അല്ലെ? ചേച്ചി ഇവിടെയുണ്ട്. ചേച്ചിക്ക് പിന്നെ ബാഗ് ഒന്നും എല്ലാം സേഫ് ആയതുകൊണ്ട് ടെൻഷനൊന്നുമില്ല. അപ്പൊ ചേച്ചിയാണ് വിന്നറായിട്ട് വന്നത് അല്ലെ? ഓക്കെ, ചേച്ചിയുടെ പേരെന്താ? ദീപ. നാട്ടില് മാവേലിക്കരയാണ് അല്ലെ? എന്റെ സ്വന്തം വീട് കൊല്ലം 5. അപ്പൊ ഇവിടെ പിന്നെ ഖത്തറിൽ എന്താ ചെയ്യണേ? ഞാന് മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുക, ക്ലെയിംസ് ഓഡിറ്റർ ആയിട്ട്. ഹോമിയോ ഡോക്ടറാണ്. ഹോമിയോ ഡോക്ടറാണ്? അതെ. അമ്പാടാ. പിന്നെ വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ട്രിപ്പിൽ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. MBBS ഡോക്ടർമാര്, ഹോമിയോ ഡോക്ടർമാര്, ആയുർവേദ ഡോക്ടർമാര്, എല്ലാ ആൾക്കാരും ഇതിൽ ഉണ്ട് എന്നുള്ളതാണ്. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവർ ആരും ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയണം. എല്ലായിടത്തും ഓടി നടന്നിട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന ആളാണ് സിനീഷ്. സിനീഷ് ഒരു എഞ്ചിനീയർ ആണെന്നാണ് സിനീഷ് പറയുന്നത്. എവിടെയാണ് നീ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്? ഞാൻ UCC എന്ന കമ്പനിയിൽ, അർബാകോൺ കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ ഒരു യൂസ്ലെസ് എഞ്ചിനീയർ ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നീ അംഗീകരിക്കില്ലയോ? ആദ്യമൊക്കെ അംഗീകരിച്ചത്, ഇപ്പൊ പിടുത്തം വിട്ട ലെവലാണ്. കുറച്ച് ലുക്ക് ഓൾറെഡി ഉണ്ടായിപ്പോയി എന്നുള്ളതാണ് അവൻ ചെയ്തൊരു തെറ്റ്. അതുകൊണ്ടാണ് പലയിടത്തുമായിട്ട് അവൻ ഫോട്ടോ എടുക്കുന്നത്. In our language, we have some words, parts of the city that is actually coming from that Ottoman Turkish time. So. ഒരുവിധം യൂറോപ്യൻ പിക്ചറുകൾക്കൊക്കെ ഒരു നല്ലൊരു വിഷ്വൽ ബ്യൂട്ടി കിട്ടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ മരങ്ങളുടെ ഇലകളുടെ നിറമാണത്. ഈ ടൈപ്പ് ഇലകളാണ് കൂടുതലും ഉണ്ടാവുക. തണുപ്പുള്ള സ്ഥലങ്ങളിലുള്ള മരങ്ങളിലൊക്കെ ഈ ടൈപ്പ് ഇലകളുള്ള മരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ടായിരിക്കാം ആ ഒരു ബ്യൂട്ടി സെപ്പറേറ്റ്ലി എടുത്ത് കിട്ടുന്നത്. ഇപ്പൊ നമ്മുടെ തന്നെ ബാക്ക്ഗ്രൗണ്ടിലെ ഫ്രെയിമുകളിലൊക്കെ ആ ഒരു ഭംഗി എടുത്ത് കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മള് എങ്ങോട്ടാ പോണേ? നീ പറഞ്ഞു കൊടുത്തേ. ബാക്കി പറ. പ്ലാന്റ്സ് ആൻഡ് ഫ്ലവേഴ്സ് ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ പ്ലാന്റ് ചെയ്തു. അപ്പൊ ഇവിടെ ഇപ്പൊ ഒരു വലിയ ഗാർഡൻ ഉണ്ട് അതിന്റെ. പിന്നെ ഒരു കാര്യം, ഇത് എത്രയോ മുകളിലാണ്, സീ ലെവലിന്റെ എത്രയോ മീറ്റർ മുകളിലാണ് ഈ ഫോർട്രസ് കിടക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മള് ബെൽഗ്രേഡ് ഫോർട്രസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ സീ ലെവലിൽ നിന്ന് ഒരുപാട് ഉയരത്തിലുള്ള ഒരു കോട്ട എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആദ്യകാലത്ത് ഒരുപാട് കാലം മുമ്പ് ഓട്ടോമൻ രാജവംശത്തിന്റെ ഭരണത്തിലായിരുന്നു ഈ ഒരു നാടുണ്ടായിരുന്നത്. പിന്നീട് ഈ ഒരു പ്രദേശം അടുത്തൊരു രാജവംശത്തിന് കൈമാറിയതിനു ശേഷം ആ പുതിയ രാജവംശം ഒരു മലയുടെ മുകളിൽ നിന്ന് കുറെ ട്രീസും സംഭവങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു നല്ലൊരു ഗാർഡൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗാർഡന്റെ കാഴ്ചകളിലേക്കും ഈ കോട്ടയുടെ കാഴ്ചയിലേക്കാണ് നമ്മളിപ്പോ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മള് ഇവിടത്തെ ഒരു ഗാർഡനിലേക്ക് കടക്കാൻ പോവാണ്. ഈ ഗാർഡനിൽ കുറെ ദിനോസറിന്റെ രൂപങ്ങളൊക്കെ കാണാനുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ വന്നിട്ടുള്ള ഈ ഒരു സീസൺ എന്ന് പറയുന്നത് ഓബ്വിയസ്ലി ഡിസംബറിനോട് അടുത്തിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഓട്ടം സീസൺ കഴിയുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ മരങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം, ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞു നിൽക്കുന്ന സമയം. ഇനി അടുത്ത മാസം മുതൽ ഇവിടെയൊക്കെ നന്നായിട്ട് മഞ്ഞ് പെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഇലകളുടെ സ്ഥാനത്ത് മരങ്ങളുടെയൊക്കെ ചില്ലകളിൽ മഞ്ഞ് പിടിച്ചിരിക്കുന്ന ഒരു കാഴ്ച കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവമായിരിക്കും. അന്നേരം നല്ല തണുപ്പായിരിക്കും കേട്ടോ. ഇപ്പൊ തന്നെ നമുക്ക് അത്യാവശ്യം പറക്കുന്നുണ്ട്.
നല്ല അത്യാവശ്യം കൊള്ളാവുന്ന ഒരു കാറ്റടിച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഇല ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിലേക്ക് ഇത് ശുഷ്കിച്ച് ചുള്ളിക്കമ്പുകൾ മാത്രമായിട്ട് മാറും. യെസ്, അപ്പോൾ നമ്മുടെ അവിടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വിളിക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോയുടെ അവസരങ്ങളൊന്നും മിസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നഷ്ടബോധമായിട്ട് അത് അവശേഷിക്കും. അതുകൊണ്ട് ഫോട്ടോയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാം മറന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോകും. മലപ്പുറം കത്തി മുതൽ മോസ്റ്റ് മോഡേൺ മെഷീൻ ഗണ്ണ് വരെ ഉണ്ട് എന്നൊക്കെ പറയുന്ന പോലെ പീരങ്കിയുടെ ആദിമകാലം മുതൽ ഇപ്പോഴത്തെ മിസൈൽ വരെ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. ഈ ഒരു കോട്ടക്കുള്ളിൽ കയറുമ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പീരങ്കിയിൽ നിന്ന് ആരും വെടിവെക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചേക്കാണ്. കോട്ടക്കുള്ളിലേക്ക് നമ്മൾ കടക്കുകയാണ്. കോട്ടയുടെ മറുവശത്ത് വിശാലമായ നീലാകാശം നമ്മളെ മാടി വിളിക്കുന്നു. ഫോർട്ടിസിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുമ്പോൾ ഇവിടെ ഒരു അമ്പെയ്ത്ത് മത്സരം നടക്കുകയാണ്. ഇവര് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നതാണോ അല്ല മത്സരമാണോ എന്നറിയില്ല. ഒരു ഗംഭീര അടിപൊളി. ഓ സൂപ്പർ സൂപ്പർ, ഷാർപ്പായിരുന്നു. പുലിയാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് നമ്മള് കമ്മ്യൂണിസ്റ്റ് വെച്ച വളച്ചു കെട്ടിയിട്ട് അമ്പെയ്ത്ത കാലം ഓർമ്മിച്ചോണ്ടിരിക്കുകയായിരിക്കും. ഇനിയിപ്പോ നിങ്ങൾ കാണാൻ പോകുന്ന എനിക്ക് തോന്നുന്നു ഒളിപ്പോരാ തോന്നുന്നത്. എല്ലാരും മുഖമൊക്കെ മറച്ചിട്ട് വേറെ എന്തോ ഒരു സാധനം എടുത്തിട്ടാണ് ഇനിയിപ്പോ തല്ല്. ഒളിപ്പോരോ തലാട പോരാടോന്ന് അറിയില്ല. മുഖമൊക്കെ മറിച്ചിട്ട് തലാട പോലത്തെ സാധനങ്ങൾ എടുത്തിട്ടുള്ള കളിയാണ്. അതായത് ആ സാധനം കൊണ്ട് ബോഡിക്കടിച്ചാ പോയിന്റ് ആവും. ഓ ഇതൊരു കളിയാണ് കേട്ടോ. പോയിന്റ് ഒക്കെ ഉണ്ട് ഇതിന്. അടി സൂപ്പർ. ടെക്നിക്കൽ അടിയായി പോയി. ഇവര് തമ്മിൽ തല്ലലല്ല, നമ്മളെ കാണിച്ചു തരാണ് ഒരു പരിപാടി. കൊല്ല് അതാ ഇത് കാര്യമായി. സീരിയസ് ആയി അവര് തമാശ അടിച്ച് സീരിയസ് ആയി. സംഭവം സീരിയസ് ആയോ? അടി കൊന്നു. സംഭവം ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മധ്യകാലഘട്ടത്തിലെ യുദ്ധങ്ങളെ, അവരുടെ അമ്പെയ്ത്തിന്റെ രീതികള്, അതുപോലെ തന്നെ യുദ്ധമുറകള്, ആക്രമണ രീതികള്, അവരൊക്കെ ആ സംഭവങ്ങളൊക്കെ അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ട് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇവിടെ വീണ്ടും അവര് വാളും പരിചയൊക്കെയായിട്ട് ഇറങ്ങുന്നുണ്ട്. വേറെ ടൈപ്പ് ഒരു ആയുധമായിട്ട് അവർ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ചിലപ്പോ അടിച്ചിട്ട് അടിച്ചു വന്നു കഴിഞ്ഞാൽ അതാ അതെല്ലാം പൊളിഞ്ഞു വരുന്നുണ്ട്. കൊടുക്ക്, തല്ല്, കൊല്ല്, തീർക്കവനെ. അതാ ഇത് ഡ്രാമ കേട്ടോ. അതെന്താ പരിപാടി? അത് കൊള്ളാലോ. അതാ അത് ചാട്ടയാണ്. ചാട്ട തമ്മിൽ അടിക്കുന്ന ഒരു സൗണ്ടാണ് കേട്ടത് കേട്ടോ. നമ്മുടെ ടിക്ടോക്കിലൊക്കെ തരംഗമായിട്ടുള്ള വാട്ടർ ബോട്ടിൽ ചലഞ്ചാണോ സംശയമുണ്ട്. അത് പണ്ട് മുതലേ ഉണ്ട് എന്നുള്ളതാ. അയ്യവാ മൂപ്പർ അതിന്റെ അറ്റം വെട്ടി ഓട്ടേ കേട്ടോ. സൂപ്പർ അടിപൊളി. അതായത് മൂപ്പരിപ്പൊ വെട്ടിയത് കണ്ടോ നിങ്ങള്? അതിന്റെ അറ്റത്തെ ഈ ഒരു ഹോൾ ഉണ്ടാക്കുക ചെയ്ത് അത്രയും ഷാർപ്പായിട്ടുള്ളൊരു വെട്ട്. മൂടി പോലും ഊരുണ്ടി വന്നിട്ടില്ല. അത്രയും ടോപ്പായിട്ട് സൂപ്പർ. ബാഹുബലിക്കും ദേവസേനയ്ക്കും ശേഷം ഇത്രയും ഷാർപ്പായിട്ട് കൃത്യമായി ലക്ഷ്യത്തിൽ കൊള്ളിക്കുന്ന മറ്റൊരാളുണ്ടാവില്ല. കൊണ്ട സ്ഥലം
ബൽഗേഡ് കോട്ട മതിലിന്റെ മുകളിലാണ് ഉള്ളത് ഞാനിപ്പോ. അപ്പോ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പുറകിലായിട്ട് വലിയൊരു നദി കാണാം. ഒരു നദിയല്ല, 3 നദികൾ സംഗമിക്കുന്ന, പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന നദികൾ സംഗമിക്കുന്ന ഒരു സ്ഥലമാണിത്. അതിന്റെ വിശേഷം ഞാനിപ്പോ പറഞ്ഞുതരാം. ആ ഡയറക്ഷനിൽ വരുന്ന നദി ദനൂബ് നദി എന്നാണ് അതിന്റെ പേര്. അത് വരുന്നത് ജർമ്മനി, ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളിലൂടെ ഒക്കെയാണ് വരുന്നത്. അതിനുശേഷം ഈ സൈഡിൽ നിന്ന് വരുന്നത് ദനൂബ് 2 എന്ന് പറയും. അതായത് ഇത് സെർബിയയുടെ ഉള്ളിലൂടെ വരുന്ന മറ്റൊരു നദിയാണ്. അതുപോലെ ഈ സൈഡിൽ നിന്ന് വരുന്നത് ക്രൊയേഷ്യയിൽ നിന്ന് വരുന്ന സാവ എന്ന നദിയാണ്. ഈ 3 നദികൾ കൂടി ഈ ഒരു പോയിന്റ് വെച്ചിട്ട് ജോയിൻ ചെയ്ത് അതിങ്ങനെ ഈ ഒരു ഡയറക്ഷനിൽ ഒഴുകി അത് ബ്ലാക്ക് സീയിലേക്ക്, റുമേനിയ, ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങളിലൂടെ പോയി ബ്ലാക്ക് സീയിലേക്ക് ചെന്ന് ചേരുകയാണ് ചെയ്യുക. അതാണ് ഈ ഒരു നദിയുടെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ നടുവിൽ കാണുന്ന ഭാഗം ഈ ദനൂബ് നദിയാൽ ചുറ്റപ്പെട്ട ഒരു ഐലൻഡാണ്. പിന്നെ ഈ ദനൂബ് നദിയുടെ ഈ ഒരു ഭാഗങ്ങളിലായിട്ടാണ് സെർബിയയുടെ നൈറ്റ് ലൈഫ് ഉള്ളത്. പരല് 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 പൂവാലി പരല് പരല് ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടണല്ല ആകാശവീതി തോറും കറങ്ങിത ആനന്ദച്ചമ്പരുന്ന് പറന്ന് വട്ടം കറങ്ങി വന്ന് വയലില് പുള്ളിപ്പരല് കൊത്താ. ഓൾമോസ്റ്റ് സൂര്യൻ അസ്തമിച്ച് ഇരുട്ട് പരന്നു തുടങ്ങിയിട്ടുണ്ട് ഏതാണ്ട്. അതായത് ഈ സമയം എത്രയാണെന്നറിയോ? 3:47, 3:45 സൂര്യൻ അസ്തമിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ രാവിലെ 10 മണിയായിട്ട് സൂര്യൻ ഉദിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ ഏറ്റവും മടിയുള്ള രാജ്യങ്ങളിലൊന്ന്, ഡ്യൂട്ടി പെട്ടെന്ന് തീർത്തിട്ട് പോകുന്ന ഒരു രാജ്യങ്ങളിലൊന്നാണ് സെർബിയ എന്നാണ് എനിക്കിപ്പോ മനസ്സിലാവുന്നത്. അങ്ങനെ സെർബിയൻ ട്രിപ്പിന്റെ 1ാമത്തെ ദിവസം രാത്രിയില് വളരെ ലേറ്റായി. ഇപ്പൊ ഈ ഒരു സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ലേഡീസ് എല്ലാവരും റൂമിൽ കയറിയിട്ട് സൈഡായി. ഞങ്ങള് കുറച്ച് ബോയ്സ് നൈറ്റ് റൈഡേഴ്സ് ഇതേ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളൊന്ന് കറങ്ങി തിരിഞ്ഞിട്ട് കാഴ്ചകളും സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടാണുള്ളത്. ഇനി ഒരു അടിപൊളി ഡിന്നറിന് വേണ്ടിയിട്ട് പോവാണ് നമ്മള്. ഡിന്നറൊക്കെ കഴിച്ച് നൈറ്റ് ലൈഫ് ജസ്റ്റ് സെർബിയയിലെ ഒരു നൈറ്റ് കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാനുള്ള ഒരു പ്ലാനാണ്. സെർബിയൻ ഫസ്റ്റ് ഡേ ഇവിടെ അവസാനിക്കാൻ പോണ ഒരു കിടലൻ ഡിന്നറിൽ ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കുന്ന സമയമാണ്. ലോവാക്ക് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റിലാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ എടുത്തു പറയേണ്ടത്, ഞങ്ങൾ ആദ്യമായിട്ട് മാനിന്റെ ഇറച്ചി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ മാനിന്റെ ഇറച്ചി നാട്ടിലൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എപ്പോ ജയിലായി ചോദിച്ചത്. ഇതിപ്പം പറയുന്നത് സെർബിയ എന്നാണ്, അത് പ്രത്യേകം പറയാം. ഇവിടെ പലതരത്തിലുള്ള സംഭവങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ്. സോ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ. നമുക്ക് ആദ്യം കുറെ അടിപൊളി പച്ചക്കറി സംഭവങ്ങളൊക്കെ കിട്ടി, നല്ല ഫ്രഷ് ക്യാബേജും സംഭവങ്ങളും. അപ്പൊ അത് തിന്നിട്ട് വയറ് നിറച്ചിരിക്കുമ്പോഴാണ് ഇനി ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ പുറകെ വരുന്നുണ്ടെന്ന്. ഇതിപ്പോ മാനിൻ്റെത്, പിന്നെ അവിടെ ഒരു ഡക്കിൻ്റെത്, അങ്ങനെ പല സംഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ടേബിളിൽ. എല്ലാവരും നന്നായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാവരുടെയും വയറ് നിറഞ്ഞു. അപ്പോഴേക്കാണ് ഇനി മെയിൻ ഐറ്റംസ് വരാനിരിക്കുന്നത്. ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഉണർന്നേനെ. വീണ്ടും ഒരു വലിയൊരു സംഭവം വന്നേക്കുന്നുണ്ട് മുമ്പില്. അതായത് പിന്നെ ഇതിപ്പോ ചിക്കനും ബീഫും ചേർന്നതാണ്. ഞാനിപ്പോ മാനും താറാവും ട്രൈ ചെയ്തു. സത്യം പറഞ്ഞാൽ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ ചൊവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു വൈനിലെങ്ങാനും മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയ പോലത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്തു എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഡക്ക് എനിക്ക് അതിന്റെ ടേസ്റ്റ് തീരെ പിടിച്ചില്ല. മൂപ്പർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കഴിച്ചു. പിന്നെ വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ ഇങ്ങനെ വീണ്ടും കളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ട്രാം പോകുന്നത് കാണാം നമുക്ക്. റോഡിന്റെ നടുവിലൂടെ ഒരു വലിയൊരു ട്രാമാണ് ഈ പോണത്. അതിന്റെ ഇടയിലൂടെ കാറും ജീപ്പും ബാക്കി വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്ന കാണാം നമുക്ക്. അപ്പൊ ഇപ്പൊ ആ ട്രാം പോയതിന്റെ നേരെ ബാക്കിൽ അതേ റോഡിലൂടെ, ഇതാണ് പാളം, അവിടെ സിഗ്നലിലൂടെ നോർമൽ വണ്ടികൾ പോകണം. അപ്പൊ ഈ ട്രാം സർവീസ് ഇവിടുത്തെ ഒരു വലിയ സർവീസാണ്. നല്ല കിടലൻ ഒരു റെസ്റ്റോറന്റിൽ നിന്ന് നല്ല കിടലനായിട്ടൊരു ഡിന്നർ, പല ഐറ്റംസ്. അതിൽ തന്നെ വെടിയിറച്ചി അടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനിനൊക്കെ ഇപ്പൊ സെർബിയ എന്നാണ് സംസാരിക്കുന്നത്, നാട്ടിന്നല്ല കേട്ടോ. അപ്പൊ അതൊക്കെ കഴിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ റിജാസ് എങ്ങനെ ഉണ്ടായിരുന്ന ഫുഡ്? ഗംഭീര ഫുഡായിരുന്നു. അതായത് നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഫുഡുകൾ നമ്മൾ ഇവിടെ കഴിച്ചു. ഇവിടുത്തെ ഒരു ഭക്ഷണ സംസ്കാരം. ഒരു ട്രാം വരുന്ന കാണാം നമുക്ക്. റോഡിന്റെ നടുവിലൂടെ ഒരു ട്രാം ഇങ്ങനെ വരുന്ന കാണാം. ഇവിടുത്തെ ഒരു ട്രാൻസ്പോർട്ട് രീതിയാണത്. അതായത് ട്രാമും അതുപോലെ തന്നെ ഇലക്ട്രിക് ബസ്സുകളും പിന്നെ നോർമൽ ടാക്സി, നോർമൽ ബസ്സുകൾ, ഇതൊക്കെ എല്ലാ തരം ട്രാൻസ്പോർട്ടും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. സോ അങ്ങനെ അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു അടിപൊളി ദിവസത്തിന് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. അടുത്ത വിശേഷങ്ങളായിട്ട് നാളെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.